ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ലിന്നിനും രൂക്ഷയോട് സ്നേഹമുള്ള കാര്യം അറിഞ്ഞാണ്. പക്ഷെ ആദ്യം തൊട്ട് അവളുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോഴാണ് കൺഫേം ആയത്. അതിനുശേഷം അടുത്ത ദിവസം ഇവരും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചാണ് ഷൗമിയെ കണ്ട് അടുത്തേക്ക് വരും. എടി കുരുട്ട, ഞാൻ നിന്നെ പ്രതീക്ഷയില്ലല്ലേ നീ ഈ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. ആള് വല്ലാതെ മാറിപ്പോയെന്ന് തോന്നല്ലേ? ഇപ്പോഴെങ്ങനെ പണ്ടത്തെ പോലെ മണ്ടിയാണോ? ഓ, കൈ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലേ? എങ്കിൽ പിന്നെ ആള് മൊത്തത്തിൽ മാറാൻ തീരുമാനിച്ചോ എന്ന് ഇവളെ ഒന്ന് ശല്യപ്പെടുത്തുമ്പോഴാണ് ഷൗമിക്കാണ് ഇവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടുന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ലിന്ന അവളെ തടഞ്ഞിർത്തി മറ്റവളങ്ങ് പേടിപ്പിച്ചിടും. ഇവളെ പോലത്തെ പിള്ളേരൊക്കെ ടീച്ചറിന്റെ അടുത്ത് പിടിച്ചു കൊടുത്താ പിന്നെ ഇവളുടെ മാർക്കിന് നല്ല കുറവായിരിക്കുമെന്ന്. അതോടെ അവളാണ് ദേഷ്യത്തിൽ ഷൗമിയോട് പറഞ്ഞിട്ട് പോകും, എടി കുരുട്ടെ, നീ ഇവിടെ പഠിക്കുന്ന പറഞ്ഞ് വലിയ ആളൊന്നും ആയിട്ടില്ല കേട്ടോ. നീ ഇപ്പോഴും പണ്ടത്തെ പോലെ മണ്ടി തന്നെ. അത് നീ എപ്പോഴും ഓർമ്മ വെച്ചോ. അവൾ മാറേക്ക് ഒരു ഷോ എന്നിട്ട് ഇവളും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതോടെ ഷൗമി ഇവിടെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ലിന്നാണ് അവൾ ആരാന്ന് പറഞ്ഞ് ഇവളോട് തിരക്കും. അപ്പോഴാണ് അവളും ഇവളുടെ കൂടെ പഴയ സ്കൂളിൽ പഠിച്ച ഒരു ക്ലാസ്മേറ്റാന്ന് പറയും. ആ സമയത്ത് പിള്ളേരെല്ലാരും കൂടെ ഇവളെ കളിയാക്കി വെച്ചിരിക്കാറുള്ള. അതുകൊണ്ട് ഇവളുടെ കൂടെ ഫ്രണ്ടാന്ന് ആരാണെങ്കിലും അവരെയും പിള്ളേരെ കളിയാക്കുന്നുണ്ട്. ഇവളുടെ പഴയ സ്കൂളിൽ ഫ്രണ്ട്സ് ആയിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് അവള് വിഷമിക്കുമ്പോഴാണ് ലിന്നാണ് അവളെ സമാനപ്പെടുത്തും, ഷൗമി അതൊക്കെ നീ വിട്ടുകളാ. അവർക്കൊക്കെ നിന്നെ കുറിച്ച് എന്തറിയാം? നിന്നെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ നിന്റെ കൂടെ ഫ്രണ്ട്സ് ആകാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഇപ്പൊ നീ നല്ലോണം പഠിക്കുന്നില്ലേ, ഇന്നെ അവർ നിന്നെ മണ്ടിന്നൊന്നും കളിയാക്കത്തില്ല. എന്നിട്ട് ലിന്നും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ സന്തോഷത്തിൽ അവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം അവൾമാരെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ ഇരട്ട പേര് മൊത്തത്തിൽ പാട്ടാവും. അതോടെ മറ്റവന്മാരെല്ലാരും കൂടെ ഇവളെ കുരുട്ടേന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇത് കേട്ട് അവളാണ് ദേഷ്യത്തിൽ ഇവളെ ആ പേരും കൊണ്ട് വിളിക്കണ്ടെന്ന് പറയും. പക്ഷെ അവന്മാരാണ് ഞങ്ങൾ അങ്ങനെ വിളിക്കത്തുള്ളൂ കുരുട്ടേന്ന് പറഞ്ഞ് അവളെ ദേഷ്യപ്പെടുത്തുമ്പം ഷൗയാണ് അവരെയൊക്കെ വഴക്ക് പറയും. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിഞ്ഞിട്ടും യുമാരെന്തിന് ആ പേരും കൊണ്ട് വിളിക്കുന്നതെന്ന്. അപ്പോഴാണ് ജിന്നും അവൻ അടങ്ങിയിരിക്കാതെ ഇവള് പരീക്ഷയ്ക്ക് 8 നിലയ്ക്ക് പൊട്ടിപ്പോകുന്ന ഒരു മണ്ടിയാന്ന് പറഞ്ഞ് അവന്മാരൊക്കെ വീണ്ടും വന്ന് കളിയാക്കാൻ തുടങ്ങും. ഇതോടെ അവൾക്ക് മൊത്തത്തിൽ വിഷമം വന്ന് അവനോട് ചൂടാകുമ്പോഴാണ് ഷൗയ അവളെ സപ്പോർട്ട് ചെയ്ത് നീ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒന്ന് അവളെ ദേഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് നീ എന്ത് പറഞ്ഞാലും ഞാൻ കളിയായിക്കൊണ്ടിരിക്കത്തുള്ളെന്ന് അവളുമാരെയൊക്കെ വെറുപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് യുവാനും രൂക്ഷയും കൂടെ കറക്റ്റ് ആ സമയം അവിടേക്ക് ഒന്ന് രണ്ടുപേരും കൂടെ അവനെ നിർത്താൻ പറയും. എടാ അവളോട് ഇപ്പൊ തന്നെ സോറി ചോദിക്കടാ. ഏതിന് യുവാനും കട്ടക്കരിപ്പാകുമ്പം അവനാണ് ഷോക്കായിട്ട് ഞാൻ ഇതിനെ സോറി ചോദിക്കുന്നതെന്ന് ചോദിക്കും. ഒരു ലീഡറാന്ന് പറഞ്ഞ് നീ പറയുന്ന എല്ലാം കേൾക്കാൻ ഞാൻ എന്തോ മണ്ടനാണെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പം രൂക്ഷയാണ് യുവാൻ പറഞ്ഞല്ലോ അവളോട് സോറി ചോദിക്കടാന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെടും. ഇതോടെ ബാക്കി പിള്ളേരെല്ലാരും കൂടെ ഈ അവസാന മാർക്ക് വാങ്ങിക്കുന്ന ഇവൾക്ക് വേണ്ടിയാണോ നമ്മുടെ ലീഡർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവരെ കോലെന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഷൗമിയാണ് ഇവന്മാര് സമാനപ്പെടാൻ പറയുമ്പോഴാണ് അവനാണ് അപ്പോഴും ദേഷ്യത്തിൽ ഇവളോട് സോറി പറഞ്ഞിട്ട് അവൻ പോയാൽ മതി എന്ന് പറയും. അതിനുശേഷം രൂക്ഷി പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി അവനെ ഫോഴ്സ് ചെയ്ത് സോറി പറയിപ്പിച്ചിട്ട് എല്ലാവരും സീറ്റിലേക്ക് ഇരിക്കാൻ പറയും. അതോടെ ഷൗമിയാണ് കട്ട ദേഷ്യത്തിൽ ഒരു പേപ്പറിനകത്ത് അവന് എഴുതി കൊടുക്കും, ഇപ്പൊ വരാമെന്ന എക്സാമിൽ അവരുടെ ഹോസ്റ്റൽ ടീം വിജയിച്ചിരിക്കുമെന്ന്. പറ്റുമെങ്കിൽ ഇവര് പൊട്ടിച്ച് കാണിക്കാൻ ഇവന്മാരെ ചലഞ്ച് ചെയ്യും. അതിനുശേഷം അവൾ അമ്മമാരോടൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് താങ്ക്സ് പറഞ്ഞിട്ട് അവർ സീറ്റിലേക്ക് ഇരിക്കാൻ പറയും. അതിനുശേഷം ഇവൾ ഇന്റർ സമയത്ത് പുറത്തിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യുവാനാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ വാങ്ങിച്ചു തരും. അതോടെ അവൾ സന്തോഷത്തിൽ ഇവൾ ഇവിടെ ഇരിക്കുക എന്നുള്ള കാര്യം അവനെങ്ങനെ അറിഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ആന്റണിയെ ഇവൾ എവിടെ ഉള്ളതെന്ന് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവാതെ അതെന്താ ആന്റണി എന്ന് പറഞ്ഞ് അവനോട് തിരിച്ചു ചോദിക്കും. അതോടെ അവനാണ് മൊത്തം ചമ്മി പോയിട്ട് സോറി ഞാനൊരു വളിച്ച തമാശ പറഞ്ഞാന്ന് അവനതങ്ങ് സമ്മതിക്കും. ഇത് കേട്ടതോടെ അവളും നീ പറഞ്ഞ തമാശയായിരിക്കും, പക്ഷെ അത് മനസ്സിലാവാത്ത ഞാനാ മണ്ടിയായി പോയെന്ന് അവൾ വീണ്ടും വിഷമത്തിലാകും. അതിനുശേഷം അവനും ഇവളെന്തിനാ എല്ലാവരും മണ്ടിന്ന് വിളിക്കുന്നതെന്ന് അവൻ അതിനെക്കുറിച്ച് തിരക്കുമ്പം ഇവൾക്ക് പറയാൻ താല്പര്യമില്ല, അവൻ പറയണ്ടെന്ന് പറയും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവനോട് ആ കാര്യം പറയും. ഇവൾക്ക് കൊച്ചിലെ തൊട്ടേ പഠിത്ത നിലവാരം വരാത്തോണ്ട് പിള്ളേരെല്ലാവരും കൂടെ ഒരു മഹാമണ്ടിയോട് ഫ്രണ്ട്സ് ആവത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ചുപേരൊക്കെ ഇവൾ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്മാരെ കൊച്ചിലെ തൊട്ട് ഇവൾക്ക് ആ ഇരട്ടപ്പേരൊക്കെ ഇട്ട് അത് ഇവിടെ വെച്ചെങ്കിൽ അവസാനിക്കുന്നു വിചാരിച്ചപ്പോ അത് ഇവിടെയും തുടർന്നെന്ന് പറഞ്ഞ് അവൾ കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനാണെ പറയും ഇവള് വിചാരിക്കുന്ന പോലെ അവൾ ഇപ്പോഴും പഴയ ഷൗമിയല്ലെന്ന്. കാരണം അവളുടെ പഠിത്തത്തിൽ ഇപ്പൊ നല്ലോണം മെച്ചം വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ഇവൾക്ക് കുറെ ഫ്രണ്ട്സ് ഉള്ളതുണ്ട്. കുറച്ചുപേര് ഇവളെ കളിയാക്കി എന്ന് പറഞ്ഞ് ഇവൾക്ക് കൂട്ടിയിരിക്കുന്ന ബാക്കി ഫ്രണ്ട്സിനെ ഒന്നും മറക്കല്ലെന്ന് പറയും. ഇത് കേട്ടതോടെ അവൾ മതി സന്തോഷപ്പെട്ടിട്ട് എന്റെ ലീഡറിന് ഞാൻ തന്നെ ഒരു വലിയ ബാനർ വയ്ക്കണം എന്ന് പറഞ്ഞ് അവൾ ആ ചിക്കൻ എടുത്ത് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവളുടെ ഫേസിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ കൊടുക്കും. അപ്പോഴാണ് അവളെ തുടച്ചു കളഞ്ഞിട്ട് യുവാൻ ഈ തവണ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയിരുന്ന, കാരണം കഴിഞ്ഞ തവണ നീയാ എനിക്ക് വാങ്ങിച്ചെന്ന്, ഇനി അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും വാങ്ങിക്കുന്നത് എന്നിട്ട് അവരെന്തെങ്കിലും കൂടെ ഡീൽ ചെയ്യും. അതേസമയം രൂക്ഷിയാണ് ആ ജിന്നിനെ വിളിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോഴാണ് അവനും കുറച്ച് പേടിയോടെ എന്തോടെ രൂക്ഷി നീ എന്നെ അടിക്കാൻ വേണ്ടി ഇവിടേക്ക് വിളിച്ചോണ്ടെന്നാണ്, പക്ഷെ നീ എന്നെ അടിച്ചു കൊന്നാലും ഞാൻ അവളോട് സോറി പറയത്തില്ല. ഇത് കേട്ടതോടെ അവനും ദേഷ്യത്തിൽ നിനക്ക് 2 അടിയുടെ കുറവുണ്ട്, പക്ഷെ എന്നാലും ഞാനിപ്പോ നിന്നെ ഇവിടേക്ക് വിളിച്ചത് അതിനല്ല. നീ 100 മീറ്റർ റേസ് എപ്പോഴും ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഞാൻ അറിഞ്ഞായിരുന്നല്ല, എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു മത്സരം വെക്കാം. ഞാൻ ജയിക്കുവാണ് നീ ഇപ്പൊ തന്നെ പോയി ഷൗമിയോട് യുവാനോടും സോറി പറയണം. ഒരേ നീ ജയിക്കുവാണ് ഇനി തൊട്ട് ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിച്ചോളാം പോരെ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവനും എന്റെ പൊന്നളിയാ നീ പിന്നെ കടന്ന് വിഷമിക്കല്ലേ, ഞാനാണ് പണ്ട് തൊട്ട് ഈ 100 മീറ്റർ റേസ് ഫസ്റ്റ് വാങ്ങിക്കുന്നവനാ. നീ എന്നെ ബാസ്കറ്റ് ബോളിൽ പഠിക്കാം, പക്ഷെ ഇതിൽ പറ്റത്തില്ല മോനെ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് രൂക്ഷിയും കൂളായിട്ട് ശരി അളിയാ ഞാൻ പറ്റുന്നത്ര നിനക്ക് ടഫ് വരാം, ഇപ്പൊ നമുക്ക് ഓടിയാലോ. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് റേസ് വയ്ക്കും. പക്ഷെ അത് വിജയിക്കുന്ന നമ്മുടെ രൂക്ഷിയ
അതോടെ മറ്റവനാണ് മൊത്തത്തിൽ കുഴഞ്ഞു പോയിട്ട് എടാ നാണില്ലാത്തനെ ഞാൻ ഇനി നിന്നെ ഒരിക്കലും ചലഞ്ച് ചെയ്യത്തില്ല. നീ മൊത്തത്തിൽ ഓൾറൗണ്ടറാന്ന് തോന്നല്ലേ അളിയാ, ഇനി തൊട്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. സോറി അല്ലേ അത് ഞാൻ പറഞ്ഞോളാം എന്നിന് ഇവൻ പറയുമ്പോൾ രൂക്ഷ്യം ആ തൽക്കാലം നീ സോറി മാത്രം പറഞ്ഞാൽ മതി, ഞാൻ പറയുന്ന അങ്ങനെ എല്ലാം കേൾക്കണമെന്നില്ല എന്നിനെ ജിന്നെ വിളിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോകും. അപ്പരാണ് അവിടെ ഷൗമി മാത്രം കാണത്തുള്ളൂ, കാരണം അവള് ബാനർ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പരാണ് ഇത് കണ്ട അവന്മാരും ഓ ഷൗമി നീ അതിന് ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ബാനറൊക്കെ റെഡിയാക്കിയോ, പൊളിച്ചല്ല എന്നിന് അവന്മാര് പറയുമ്പോഴാണ് അവളും ഇത് വെറും ഒരു ബാനർ അല്ല, നമ്മളെല്ലാരും കൂടെ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് 2-3 വാക്കുകൾ എഴുതണം, അതിലായിരിക്കും അവർക്ക് സന്തോഷം എന്നിന് ഇവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആദ്യം നീ സോറി ചോദിക്കണമെന്ന് പറഞ്ഞ് രൂക്ഷി അവനോട് പറയും. ഇതോടെ അവനും ഞാൻ നിന്നെ മണ്ടീന്ന് വിളിച്ചതിന് സോറി എന്ന് പറയുമ്പോൾ വീണ്ടും മണ്ടീന്ന് വിളിക്കുന്നതെന്ന് രൂക്ഷി അവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം അവളും ഇവനെ ക്ഷമിക്കണമെങ്കിൽ എല്ലാരും വിളിച്ചോണ്ടെന്ന് ഈ ബാനറിനകത്ത് എഴുതാൻ പറയും. അതോടെ അവനാണ് ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം രൂക്ഷി അതിനകത്ത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ് ഇവർ തമ്മിൽ ചെറിയ റൊമാൻസ് ഒക്കെ ഇങ്ങനെ വന്നു പോകും. അതിനുശേഷം എല്ലാരും കൂടെ ടീച്ചറിനോടുള്ള അഭിപ്രായമൊക്കെ എഴുതിയിട്ട് അവരത് ക്ലാസിന്റെ ബാക്കി ഒട്ടിച്ച് വയ്ക്കും. അതിനുശേഷം പിള്ളേരെല്ലാം കൂടെ ടീച്ചറിന്റെ വിഷയം വരാണ് അവരുടെ ക്ലാസ് ടീച്ചറാണ് സന്തോഷത്തി ഈ ഐഡിയ ആരുടെയാന്ന് പറഞ്ഞ് അവരോടൊക്കെ ചോദിക്കും. അങ്ങനെ അവന്മാരെല്ലാരും കൂടെ ഇത് ഷൗമിയുടെ ഐഡിയ എന്ന് പറഞ്ഞ് അവളെ പൊക്കി പറയുമ്പോൾ ടീച്ചറാണ് ഇവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് ഇനി വരുന്ന എല്ലാ ടീച്ചറും ഇത് കണ്ട് സന്തോഷപ്പെടുന്നു പറയും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ലഞ്ച് സമയത്ത് ഷൗമി ഹോസ്റ്റലിൽ പോവാതെ അവൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് രൂക്ഷിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും. അപ്പോഴാണ് പുറയുന്ന ജിന്നാണ് പുറയാന്നവൻ തള്ളി വിട്ടതോടെ ഇവൾ എഴുതിക്കൊണ്ടിരുന്ന പേപ്പറാണ് രൂക്ഷി അങ്ങ് ചവിട്ടി പോകും. അതോടെ അവളും കട്ട ദേഷ്യത്തി ഇത് എഴുതാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുമ്പോഴാണ് ജിന്നാണ് പേടിച്ചിട്ട് ഇത് ഞാൻ ചെയ്ത് തെറ്റുന്നില്ലെന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം രൂക്ഷിയും അവൻ ഇതൊക്കെ എഴുതരാന്ന് പറയുമ്പോൾ അവള് വിഷമിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്ന ഇവള് മാഗസിൻ കമ്പനിക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേക്കുവാന്ന്, അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ പരിഹാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ പേപ്പർ എടുത്താണ് അവന്റെ സീറ്റിൽ ചെന്നിരിക്കും. അതിനുശേഷം അവന് ക്ലാസ് സമയത്ത് അവളുടെ മാഗസിൻ കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അപ്പുറത്തിരിക്കുന്നതിനാണ് മാക്സ് സാർ സീന എന്ന് പറഞ്ഞിട്ടും ഇവൻ എന്തോ കാണിക്കുന്നതെന്ന് അടുത്തിരിക്കുന്ന സംസാരിക്കും. അപ്പോഴാണ് ഇവരുടെ ശബ്ദം കേട്ട് സാർ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്. അതോടെ അവൻ എഴുതിക്കൊണ്ടിരുന്ന പേപ്പർ എടുത്ത് മറിച്ചേക്കുമ്പോഴാണ് ഇവളാണ് മൊത്തത്തിൽ പേടിച്ചു പോയി ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞില്ലടാ നീ എന്തിനാണ് എനിക്കിട്ട് പണി വാങ്ങിച്ചിരുന്നത് എന്നിന് അവള് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. ഇതേസമയം സാറാണ് ഇവൻ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാത്തോണ്ട് അദ്ദേഹം ബോർഡിനകത്ത് എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാൻ പറയും. അങ്ങനെ അവനും കറക്റ്റായിട്ട് ഉത്തരം പറയുമ്പോഴാണ് ഇത് കേട്ട് സാറും ഷോക്കായി ഉത്തരം കറക്റ്റ് ആണെങ്കിലും ക്ലാസ്സിൽ കോൺസെൻട്രേഷനോട് ഇരിക്കാൻ പറയും. അപ്പോഴാണ് ഇവൾക്ക് ഇവിടെ സമാധാനമാണ്. അങ്ങനെ അവസാനം അവൻ ആ മാഗസിൻ എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇവനാണ് ഇവളുടെ മാഗസിൻ പൊളിയാന്ന് പറഞ്ഞ് ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി വെച്ച് അവളുടെ ഞാൻ കൊടുക്കും. അപ്പോഴാണ് അവളത് വായിച്ചു നോക്കിയിട്ട് അവൾക്ക് സന്തോഷമാകുമ്പോൾ ഇവനാണ് നീ ആയിരിക്കും ഫസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് അവളെ ചെയർ ചെയ്യും. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ അവധിയാ. അതുകൊണ്ട് ഹോസ്റ്റലിലുള്ള എല്ലാവരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ലിൻ മാത്രം അവളുടെ വീട്ടിൽ പോവാതെ ഷൗമിയോട് അവളുടെ കൂട്ടിന് ഇവിടെ തന്നെ ഇരിക്കാൻ പറയും. അപ്പോഴാണ് അവളും ഇവളെന്താ അവളുടെ വീട്ടിൽ പോകാത്തും ചോദിക്കുമ്പോൾ ലിന്നാണ് പറയും അവളുടെ പാരന്റ്സ് ഒക്കെ സിറ്റി ജോലി ചെയ്യാൻ പോയേക്കുവന്ന്, അതുകൊണ്ട് ഇവൾ വീട്ടിൽ പോയാലും ഒറ്റയ്ക്കാന്നാ പറയുന്നത്. അപ്പോഴാണ് ഇത് കേട്ട് ഷൗമിയും എനിക്ക് പിന്നെ ഇവളുടെ വീട്ടിലേക്ക് വരാൻ പറയും. അങ്ങനെയാണ് രണ്ടുപേർക്ക് ടൈം പാസ് ആവുമെന്ന് ഷൗമി പറഞ്ഞു നോക്കുമ്പോഴാണ് ലിന്നാണ് അതൊക്കെ ഡിസ്റ്റർബൻസ് ആയി പോകുന്ന പറഞ്ഞ് അവള് വേണ്ടെന്ന് പറയും. കൂടാതെ ഒരാഴ്ചയല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവള് സമാധാനമാകുമ്പോൾ ഇവൾക്ക് ബോറടിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ തന്നെ തിരിച്ചു വരാന്ന് ഷൗമി അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ തുണിയെ കഴുകാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളാണ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ ഇവളുടെ പൈസ യൂസ് ചെയ്യാതെ അവളുടെ കൂട്ടുകാരിയുടെ കാർഡ് എടുത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഇവളുടെ അധികം പൈസ ഒന്നും ഇല്ലെന്ന് ആദ്യം തൊട്ടേ ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവള് ചെയ്യുന്ന കാര്യം കൂട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടി അവൾ കാർഡ് എങ്ങനെയാണ് എടുത്ത് അതേപോലെ നൈസിന് അവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവൾ അവരോട് പറഞ്ഞാൽ പോലും അവര് തരാവുന്നിരിക്കത്തില്ലായിരുന്നു. അതിനുശേഷം ഷൗമി ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി റൂക്ഷിയാണ് സൈക്കിൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഷൗമി നീ എവിടേക്കാ ആ മാഗസിൻ പോസ്റ്റ് ചെയ്യാനല്ലേ വാ ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാം ഏതിന് അവൻ വിളിക്കുമ്പോഴാണ് അവളും എന്റെ ഒന്നും ആവശ്യമില്ല പോസ്റ്റ് ഓഫീസ് ഇവിടെ നടക്കാൻ ദൂരേ ഉള്ളു ഏതിന് അവളും പറയുമ്പം ഇവൻ ചെയ്ത തെറ്റിന് ഒരു സോറി ആയിട്ട് ഇവളെ കൊണ്ടാക്കാന്ന് പറയും. അതുകൊണ്ട് അവൾ അവന്റെ സൈക്കിളിൽ കയറി ഇരിക്കുമ്പോഴാണ് അവനാണ് എന്തൊരു വെയിറ്റ് എന്ന് പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോകും. ഇതോടെ അവളും ദേഷ്യപ്പെടുമ്പം ഞാൻ നിന്നെ അല്ല നിന്റെ ബാഗിന്റെ വെയിറ്റ് ഉദ്ദേശിച്ചെന്ന് നൈസിനെ വിഷയം മാറ്റി അവളെ പോസ്റ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ അവളും പോസ്റ്റ് ഇടുന്ന മുമ്പേ ദൈവമേ ഞാൻ വിജയിക്കണേന്ന് പറഞ്ഞ് അവളെ കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും ആ മാഗസിൻ കമ്പനിയെക്കാളും ഇവളുടെ മാഗസിൻ പൊളിയായിരുന്നെന്ന് അവളെ പൊക്കി പറയും. അത് കേട്ട് അവൾ അവനെ താങ്ക്സ് പറഞ്ഞിട്ട് എന്തായാലും ജഡ്ജ് ഇവനല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് അവനും പെട്ടെന്ന് അവളുടെ തലയെ തൊട്ടിട്ട് എന്റെ ലക്കല്ല ഞാൻ നിനക്കരാന്ന് പറഞ്ഞ് അവനും മന്ത്രം പറയാൻ തുടങ്ങും. ഇതോടെ അവളും മൊത്തം സന്തോഷത്തിരിക്കുമ്പോഴാണ് അവനാണ് ഇവളെ കണ്ട് ചിരിച്ചിട്ട് ഇപ്പൊ എന്റെ എല്ലാ ലക്കും നിനക്ക് തന്നേക്കുവന്ന് അവളെ സന്തോഷപ്പെടുത്തും. ഇതോടെ അവൾക്ക് മൊത്തം നാണായി ഇവന് ബായ് പറഞ്ഞ് അവിടെ നടക്കുമ്പോഴാണ് അവനാണ് ലിഫ്റ്റ് തരാന്ന് പറഞ്ഞ് പുറകെ വരും. ഷൗമി നിനക്ക് ഫ്യൂച്ചറിൽ ഒരു എഴുത്തുകാരി ആകാനാണ് അപ്പൊ ആഗ്രഹം എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അതാ എന്റെ ആഗ്രഹം പക്ഷെ നടക്കും എന്തോ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് കുറെ ദൂരം പോകണം എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഷൗമി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഉദ്ദേശത്തിൽ നീ നിന്റെ ഡ്രീം പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യും കാരണം എനിക്കൊക്കെ സ്വന്തമായിട്ട് ഒരു ഡ്രീം പോലും ഇല്ല അപ്പൊ ഞാനൊക്കെ എത്ര ദൂരം പോകണം എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എടാ പക്ഷെ നീ എല്ലാത്തിലും ടോപ്പ് അല്ലേ നിനക്ക് നല്ലോണം ബാസ്കറ്റ് ബോളും കളിക്കറിയാം പരീക്ഷയ്ക്ക് എന്നേക്കാൾ നല്ല മാർക്കുണ്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല എന്നിന് അവൾ ഇവനെ കുറിച്ച് പൊക്കി പറഞ്ഞ ഉടനെ അവനാണ് മൊത്തം ഷോക്കായി അപ്പൊ നിന്റെ
കാഴ്ചപ്പാടിഞ്ഞ ഒരു വലിയ വ്യക്തി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചോണ്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവളും അവളുടെ ബസ് വന്ന ഉടനെ ഇവന് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് വീട്ടിൽ ചെന്നിട്ട് ഇവൾ ഏത് ബസ്സിനകത്താണ് കയറിയത് അത് ഫോട്ടോ എടുത്ത് അവന്റെ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളുടെ പേജിനകത്ത് എഴുതിയ മാഗസീനൊക്കെ വായിച്ചു നോക്കി അവന് സന്തോഷത്തിൽ നീ ഈ ലോകത്തിന് ഭരിക്കാൻ പോകുന്ന റൈറ്ററായിട്ട് മാറുമെന്ന് അവൻ കുറെ കമന്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ വെക്കേഷനെല്ലാം കഴിഞ്ഞ് ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ സാറാണ് ഒരു 10 പേജ് കുറിച്ച് എന്നിട്ട് ആ നാളെ പഠിച്ചോണ്ട് വരാൻ പറയും. ഇതോടെ ഷൗമിയാണ് മൊത്തത്തിൽ വെറുത്തുപോയി. ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ എനിക്കൊരു 3 പേരുടെ ബ്രെയിൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവൾ ആ ബുക്കിരിക്കുന്ന എല്ലാ സാധനവും അവളുടെ ബ്രെയിനിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.